മാടായി പഞ്ചായത്തിലെ 19-ാം വാർഡിലുള്ള കൺകെട്ടച്ചിറയിലെ ഉപ്പുവെള്ളം കയറി വെങ്ങര മൂലക്കീൽ വെള്ളച്ചാൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. ഏക്കർ കണക്കിന് കൃഷിസ്ഥലമാണ് നശിക്കുന്നത്. ഒപ്പം ശുദ്ധജല ലഭ്യതയും ഇല്ലാതായി. കൺകെട്ടച്ചിറയിലെ വെള്ളച്ചാൽ മൂലക്കീൽ പ്രദേശങ്ങളിലെ 2 ഇടമഞ്ചകളിൽ കൂടി പാലക്കോട് മൂലക്കീൽ പുഴയിൽ നിന്നുമാണ് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത്. മാടായി പഞ്ചായത്തിലെ 1, 2, 3, 19, 20 വാർഡുകളിലെ ഏക്കർ കണക്കിന് കൃഷിഭൂമികളാണ് ഉപ്പുവെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവിളകളും പച്ചക്കറികളും കൃഷി ചെയ്യേണ്ടിയിരുന്ന ഈ സമയത്ത് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി നാശം വിതച്ചതോടെ കർഷകർക്ക് അതിനും സാധിക്കുന്നില്ല. മാത്രമല്ല, പ്രദേശങ്ങളിലെ കിണറുകളിലും കുളങ്ങളിലും ഉപ്പുവെള്ളം കലരുകയും ശുദ്ധജലം പോലും മലിനമാക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണെന്ന് ജനങ്ങൾ പറയുന്നു. ഇപ്പം അവിടെ പച്ചക്കറി നടുന്നതാണ്, അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കൃഷിത്തോപ്പുകളെല്ലാം ഉപ്പുവെള്ളം കയറി നശിച്ചിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നിരന്തരം 6 മാസത്തോളമായി പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും ഇടപെടുന്നത്. ഒരു പരിഹാരം കാണുന്നു. അപ്പോൾ നമ്മൾ ഇടപെട്ട് എന്ന് പറഞ്ഞാൽ ഇത് എടുത്തവരെ നിബന്ധന പാലിക്കാതുകൊണ്ട് നമ്മളെ നേതൃത്വത്തിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞിനി എടുത്തവരെ കൊണ്ട് നിബന്ധന പാലിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറെങ്കിൽ മാത്രമേ പിന്നെ ലേലം നടത്താൻ വേണ്ടി പറ്റൂ. അല്ലാതെ നിങ്ങൾ തോന്നിയ പോലെ ലേലം ചെയ്തതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിരന്തരം പിന്നെ കുറേ വർഷം പഞ്ചായത്തിൻ്റെ അതിൻ്റെ കമ്മിറ്റി നടത്തിക്കൊണ്ടിരുന്ന ശശി അതിൻ്റെ ഭരണസമിതിൻ്റെ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പിന്നെ ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് പഞ്ചായത്ത് ഏറ്റെടുത്തത്. അപ്പോൾ ഏറ്റെടുത്തിട്ട് അത് പരിപാലിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഏറ്റവും നമ്മളെ നാട് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഉപ്പുവെള്ളം കയറി നശിച്ചിട്ടില്ലേ. ഈ 1, 19, 20, 2, 3 വാർഡുകൾ, ഇത്രയും വാർഡുകൾ നമ്മൾ നിരന്തരമായിട്ട് ഭരണസമിതിൻ്റെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. ഈ മെമ്പർ നിരന്തരം ഓരോ ബോഡി യോഗത്തിൽ ഈ അനിത മെമ്പർ പറയാറുണ്ട്. പക്ഷെ ഒരു മുഖവിലക്കും ഈ പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്നില്ല. അപ്പോൾ കടുത്ത അനീതി, പഞ്ചായത്ത് ഭരണസമിതി കടുത്ത അനീതി. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് ചിറ സംരക്ഷണ കമ്മിറ്റി രൂപീകരിച്ച ചിറയും മഞ്ചയും പരിപാലിച്ചിരുന്നു. പിന്നീട് മത്സ്യലേലം പഞ്ചായത്ത് ഏറ്റെടുത്തതിന് ശേഷമാണ് ചിറയുടെ സംരക്ഷണം അവതാളത്തിലായതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രശ്നം നിരവധി തവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം കെ അനിത പറഞ്ഞു. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ മൂലക്കീൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉപ്പുവെള്ളം കയറിയിട്ട് ഒരുപാട് മാസങ്ങളോളായി. പക്ഷേ ഇതിനൊരു പരിഹാരം നില, ഒരു പ്രതിവിധി നിലയിൽ പഞ്ചായത്തിന് ഒരാൾ ഇടപെട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പറയുന്ന സമയത്ത് ഒന്ന് പോയിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ട് വരും എന്നല്ലാണ്ട് അതിന് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ ഈ ബോർഡിൽ എന്ന് വെച്ചാൽ വാർഡ് അംഗമെന്നുള്ള നിലയിൽ പല പ്രാവശ്യവും ഈ പ്രശ്നത്തിനെ പറ്റിയിട്ട് ഇത് ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അവർ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇന്നത്തെ ബോർഡിൽ ഒരു അജണ്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നത്തിന് അത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്നാണ് നമ്മൾ. ഇത് ഒരു പ്രദേശത്തിന്റെ ആകെ പ്രശ്നമാണ്. കൃഷി ചെയ്യാനാവുന്നില്ല എന്നതിനപ്പുറം കുടിക്കാൻ ശുദ്ധജലം പോലും ഇല്ലാത്ത അവസ്ഥ. ഇത് ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.